രതീഷ് രാവിലെ ഇവൃതൊക്കെ എടുക്കുന്ന സമയത്ത് അമ്പലത്തിലൊക്കെ പോയിട്ട് മുണ്ടിങ്ങി വെള്ളം പിടിച്ചിട്ട് Shot ready, madam. Shot ready. എന്തുണ്ട് വിശേഷം? സുഖാണ്. താടിയൊക്കെ അടിച്ചിട്ട് ആള് മാറിപ്പോയി അല്ലേ, മൊത്തത്തില് മാറി. എങ്ങനെ പോകുന്നുണ്ട് ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ? ഷൂട്ടിങ് കുഴപ്പമില്ല, അങ്ങനെ പോകണം, നന്നായിട്ട് സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അടിപൊളി. അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. കാരണം വെച്ചാൽ നമ്മൾ ചെയ്ത സീരിയൽ സൂപ്പറായിട്ട് തന്നെ ഇപ്പോഴും സന്തോഷത്തോടെ പോകാന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ പകരം സന്തോഷം വേറെ ഒന്നുമില്ല അല്ലേ. എല്ലാവർക്കും അങ്ങോട്ട് ഗൗതത്തിനെ റീപ്ലേസ് ആയിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് പെട്ടെന്നൊരു തീരുമാനമല്ല. ഞങ്ങൾ മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെയും കാരണം സുന്ദരി എന്ന് പറഞ്ഞ സീരിയൽ ഞാൻ തമിഴ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഇവിടെയും തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 15 ദിവസം അവിടെ 15 ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈറ്റായിട്ട് പോയ സമയത്താണ് കല്യാണം. അതുകഴിഞ്ഞിട്ട് ഫാമിലി ടൈം എന്നുള്ള സംഭവം എനിക്ക് കിട്ടാണ്ടായി. അപ്പോൾ മൊത്തത്തിൽ ടയർഡ്നെസ് പ്ലസ് എനിക്കൊരു ഫാമിലി ടൈം എല്ലാം കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ചൊരു ബ്രേക്ക് വേണം, ഒരു വർക്ക് മാത്രം ചെയ്യണം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാനിത് ഇങ്ങനെ ഒരു നീക്കം ചെയ്ത്. അപ്പോൾ ആരെങ്കിലും മനസ്സ് ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ദയവ് ചെയ്ത് മന്നിക്കണം. ശരി. അയ്യോ, ഞങ്ങളുടെ കൊച്ചു വന്നു. പുതിയ ഗെറ്റപ്പ് എങ്ങനെയുണ്ട്? വസുന്ധരെ, വസു അസു വസു വരൂ. വസു സർപ്രൈസ്. താടി ഞാൻ കൊടുത്തു. പിന്നെ എങ്ങനെയുണ്ട് ക്യാരക്ടറൈസേഷൻ? എല്ലാ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? സൂപ്പറായിട്ട് പോകുന്നുണ്ട്. പുതിയ ഗൗതം എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൊ പഴയത് മോശമായിരുന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയാണോ? കണ്ടതിന് സന്തോഷം. ഞാൻ ആരുടെ പറയാണ്ട് പെട്ടെന്നൊരു മുങ്ങിയതായിരുന്നു. കാരണം ചെറിയ 2 സീരിയലും കൂടി അങ്ങനെ ഒന്നും അങ്ങോട്ട് ഇതാവണില്ല. ഭയങ്കര ടൈറ്റ് ആയിട്ട് തോന്നി. സോ കുറച്ച് ഫാമിലി ടൈമും വീട്ടിലെ അമ്മയുടെ ഒപ്പം അച്ഛൻ്റെ ഒപ്പം കിട്ടിയ ഒരു അവസരം. സോ അതുകൊണ്ട് 2 പ്രൊജക്റ്റ് ചെയ്ത് അങ്ങനെ ഒരു പ്രൊജക്റ്റ് കുറച്ചു. സോ അതുകൊണ്ട് നിങ്ങളെ കാണാൻ വേണ്ടി ഓടി വന്നതാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം വരുന്നവരെ പ്ലേറ്റ് എടുക്കാം. അത് ഞാൻ എടുക്കാം. നീ കണ്ടോ? ഞാൻ തന്നെ വീണ്ടും ചെയ്യാൻ വേണ്ടി വന്നു ഞാൻ. ഇന്നത്തെ സ്പെഷ്യൽ മീന് അങ്ങനെ കുറെ വെച്ചൊക്കെ മാറ്റിയില്ലേ? വെജൊക്കെ മാറ്റിയപ്പോ മീൻ കേട്ടാക്കില്ലേ? പ്ലേറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാനില്ലടാ ഉണ്ട്. ഇങ്ങനെ ലഞ്ച് കഴിക്കാൻ ഇവിടുത്തെ After long time. after long time. Gautam is having his lunch. ചേട്ടൻ പോയിരുന്ന സമയത്ത് തന്നെ ഞാൻ ഇവിടുത്തെ പറയുന്നുണ്ടായിരുന്നു. നമുക്കൊരു എന്താ പറയുക, ഭയങ്കര രാവിലെ വരുമ്പോഴത്തേക്കുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ കളിയാക്കും ജിഷ്ണു ചേട്ടന്റെ സ്ലാങ്, തൃശ്ശൂർ സ്ലാങ്. എന്തിനാ ആ സാധനം ഡെയിലി കളിയാക്കും. രാവിലെ ഇവൃതൊക്കെ എടുക്കുന്ന സമയത്ത് അമ്പലത്തിലൊക്കെ പോയിട്ട് മുണ്ടിങ്ങി വെള്ളം പിടിച്ചിട്ട് വരണ കാര്യം ആയി കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ തീരുമാനം അവൾക്കും അറിയാം. അപ്പൊ ബാക്കിയുള്ളവരുടെ അടുത്ത് ഇങ്ങനെ ഓരോ സർപ്രൈസ് ഒക്കെ ആയിട്ട് എല്ലാരും കുറച്ച് കണ്ടപ്പോ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. ആ സന്തോഷം അങ്ങനെ തന്നെ ലൈഫ് ലോങ് നിലനിൽക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അത് എപ്പോ എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഉടനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുക. അപ്പൊ ഇത്ര കാലം എന്നെ സഹിച്ചതിന് 2 പേരെടുക്കും താങ്ക്സ്.
ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. സത്യം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അത് പറഞ്ഞ് എത്രത്തോളം അറിയിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അറിയില്ല. ഇപ്പം കുറച്ച് നാളായിട്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവൻ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഇടയിൽ ഒരു നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു. അത് ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫോണും വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. സ്റ്റിൽ ആ വോയിഡ് ഇസ് വോയിഡ്. പിന്നെ ചെറിയ സ്ഥലമല്ലേ, എപ്പോഴാണെങ്കിൽ എവിടെ വെച്ചാണെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാലോ. ഇൻഷാല്ലാ ഇൻഷാല്ലാ. നമസ്കാരം. ആദ്യമായിട്ട് ഞങ്ങള് കാണുന്നതാണ്. ആക്ച്വലി ഞങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ആത്മബന്ധം. അതായത് ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സുന്ദരി സീരിയൽ തമിഴ് ചെയ്യുമ്പോ അതേ സുന്ദരി സീരിയൽ മലയാളത്തിൽ ഇത് പുള്ളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഏകദേശം 4 കൊല്ലമായിട്ട് അറിയാം. പക്ഷെ ഇതുവരെ കണ്ടിട്ടുമില്ല, നേരിട്ട് സംസാരിച്ചിട്ടുമില്ല. അതെ, ഞാൻ സുന്ദരി ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് എനിക്ക് മലയാളത്തിൽ കാണുമ്പോൾ ഇവനും തോന്നാറുള്ളത്. സോ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൈകളിലാണ് ഈ ക്യാരക്ടർ വന്ന് പെട്ടെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പുള്ളിക്കാരൻ്റെ ഒരു സ്കില്ലും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയാ ഒരു സന്തോഷമുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ക്യാരക്ടർ അതുപോലെ തന്നെ ഇനി ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാനിപ്പം കറന്റ്ലി ഏറ്റവും കൂടുതൽ ചീത്തവിളി കേട്ടോണ്ടിരിക്കുകയാണ്. പഴയ ഗൗതമിനെ കൊണ്ടുവരുമെന്ന് പഴയ നമ്മുടെ ജിഷ്ണുവിന്റെ ഫാൻസ് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാരക്ടർ ഒരാളുടെ മനസ്സിലേക്ക് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബിംബം എടുത്തു മാറ്റി വേറൊരാളുടെ ഫേസ് കൊണ്ട് വെക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത എൻ്റെ സീരിയൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഞാനിപ്പം ഇതിൻ്റെ 4th സീരിയലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ക്യാരക്ടർ റീപ്ലേസ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പ്രേക്ഷകരുടെ സൈഡിൽ നിന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അത് ആദ്യത്തെ കുറച്ച് ദിവസം മാത്രം ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതെ, അതുപോലെ തന്നെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ചാനൽ വിളിച്ചു ഞാൻ എവിടേക്ക് വന്നു, അത്രമാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ. അതും പ്രേക്ഷകർ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. പ്രേക്ഷകർ മനസ്സിലാക്കാണ്ട് പിന്നെ ആരും മനസ്സിലാക്കില്ലേ? അതായത് ഞാൻ ഒരു കാര്യം ഞാൻ എന്നിട്ട് പറയാം. അതായത് നമ്മുടെ ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രേക്ഷകരായിട്ട് തന്നെ കൊണ്ട് നല്ല രീതിയിൽ വിജയിപ്പിച്ചൊരു പ്രൊജക്റ്റാണ്. സോ എനിക്ക് ഇനിയും ആ പ്രതീക്ഷ എന്തായാലും പുതിയ ഗൗതത്തിൽ എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക, എന്തായാലും തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഇനി കഥകളിൽ കുറേ മാറ്റങ്ങളും എല്ലാം ഉണ്ടാവും, നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും. 2 പേരും ഞാൻ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ യുവയും ശരി ജൂലിയും ശരി, ഞാനിപ്പോൾ റീസെൻ്റായിട്ട് 3 എപ്പിസോഡ് ഇപ്പോൾ നിങ്ങൾ വന്നത് ഞാൻ കണ്ടിരുന്നു. സോ കണ്ടതിൽ ഇൻട്രോ സീൻ മാസമായിരുന്നു, അടിപൊളിയായിരുന്നു. സോ ഇപ്പോൾ പറഞ്ഞല്ലോ ഇത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്ന്, അങ്ങനെയൊന്നുമില്ല. ബ്രോൻ്റെ ഒരു സ്റ്റൈല് ഞാനൊരു ചാവി കൊടുക്കുന്ന ഒരു സ്റ്റൈല് ഞാൻ ആ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായി. അപ്പോൾ അത് ഏകദേശം ഞാനിതൊക്കെ ചെയ്യാറുള്ളത് നമ്മളാണ്. അപ്പോൾ ഏകദേശം മാൻട്രീസും കാര്യങ്ങളൊക്കെ ഇത് കറക്റ്റായിട്ട് കണക്റ്റ് ആയിട്ട് പോകുന്നെങ്കിൽ നല്ല ഉറപ്പുണ്ട്. എന്തായാലും പ്രേക്ഷകർ അത് കയ്യിൽ അവർ കൊണ്ടുവരും, ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ പഴയ ഗൗതമിനെ കൊടുത്ത അതേ സ്നേഹവും സപ്പോർട്ടും എനിക്കും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. മുന്നോട്ട് പോകും. 1000, 2000 അങ്ങനെ പോട്ടെ, അത്ര എപ്പിസോഡ് പോട്ടെ. എന്തായാലും പ്രേക്ഷകരെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടോ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സോ അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. നമസ്കാരം. മംഗല്യം തന്തുനാന തുടങ്ങിയ കാലം മുതൽ ഏകദേശം 2 വർഷത്തോളമായി. 2 വർഷത്തോളം ഈ പരമ്പരയിലെ ഗൗതവുമായി നിറഞ്ഞു നിന്നത് ജിഷ്ണുവാണ്. ചില വ്യക്തിപരമായ ചില കാര്യങ്ങളും ചില തിരക്കുകളും കാരണം കേരളത്തിൽ മാറിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം തൽക്കാലം ഇതിൽ നിന്ന് മാറുകയും പകരം പുതിയ ഗൗതവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഗൗതം എന്ന കഥാപാത്രത്തെ ഉൾക്കൊള്ളാനും അവതരിപ്പിക്കാനും ഇവർക്ക് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല ഒരു പരമ്പരയായിട്ട് തുടർന്നും മാംഗല്യം തന്തുനാന നിങ്ങളുടെ മുമ്പിൽ തുടരും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് സർ. അടിപൊളിയായിട്ട് പോട്ടെ, സൂപ്പറായിട്ട് പോട്ടെ. ഇത് പറ, അവിടെ പറ, അങ്ങനെ നമ്മുടെ അസോസിയേറ്റ് അവരെ ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തില്ലേ, പിന്നെ നീ ഇവിടെ വന്നിരിക്കാതെ ഒരുമിച്ചുള്ളപ്പോ നീ വന്നാ ഇവിടെ ശബരി
ലോഞ്ച് ചെയ്തു. അവര് ഇറങ്ങി. ഡോറടയ്ക്കൂ. റെഡി. അത് അറിയില്ല. റെഡി. ഷാർപ്പായിട്ട് നോക്കുന്നുണ്ട്. ശിവാനി ഇറങ്ങി നിൽക്കുന്നു. നിങ്ങൾ ശിവാനി ഒന്ന് നോക്കി. എന്ത് പറയണമെന്ന് അറിയില്ല. ജസ്റ്റ് വീണ്ടും ഇവിടെ നോക്കി. ശിവാനി ഡോർ എടുത്തോ. Thank you.